Hello friends, Assalamu alaikum. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വനില സ്പഞ്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കാനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കാനും പിന്നെ ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു സ്പഞ്ച് കേക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ അതാ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് ഞാനിവിടെ 2 കേക്ക് ഉണ്ടാക്കണം, കാരണം 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 കപ്പ് മൈദ എടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ 2 കപ്പ് മൈദ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഞാനിപ്പോൾ 2 കപ്പ് മൈദ ആയതുകൊണ്ട് തന്നെ 6 ടേബിൾ സ്പൂൺ മൈദ അതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾ 1 കപ്പ് മൈദയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ 2 കേക്ക് ഉണ്ടാക്കണത് കൊണ്ടാണ് കേട്ടോ 2 കപ്പ് മൈദ എടുത്തത്. നിങ്ങൾക്ക് 1 കപ്പ് മൈദ എടുത്തിട്ട് ഈ ഒരു സെയിം ഞാൻ പറയണ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായി കിട്ടും. ഇപ്പോൾ ഇതാ നമ്മൾ 6 ടേബിൾ സ്പൂൺ മൈദ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 6 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്. അപ്പോൾ നിങ്ങൾ 1 കപ്പ് മൈദ ആണെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഞാൻ 2 കപ്പ് ചെയ്യണത് കൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയണത്. അപ്പോൾ ഇതാ 6 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ നിങ്ങൾ 1 കപ്പാണെങ്കിൽ 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾ 1 കപ്പ് മൈദക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ 1/4 ടീസ്പൂണിന് ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മുഴുവൻ ഇട്ടിട്ടില്ല. അപ്പോൾ 1 കപ്പ് ആണെങ്കിൽ എന്തായാലും 1/4 ടീസ്പൂൺ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കൂടുതലായി കഴിഞ്ഞൊരു സ്മെൽ വരും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം അങ്ങനെ അരിച്ചെടുക്കുന്നതിന് പകരം ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്നാലാണ് നമുക്ക് ആ ഒരു ഷുഗർ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഞാനിപ്പോൾ 7 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് ആയതുകൊണ്ട് തന്നെ 7 എഗ്ഗ് എടുത്തത്, അതായത് കുറച്ച് വലിയ ബിഗ് സൈസ് ആയിരുന്നു, അതായത് ഒരു 50 ഗ്രാമൊക്കെ വരേണ്ടിരുന്ന ഒരു എഗ്ഗ്. അപ്പോൾ അതുകൊണ്ടാണ് 7 എടുത്തത്. അപ്പോൾ നല്ല ചെറുതാണെങ്കിൽ നിങ്ങൾ 8 എടുക്കണം. അപ്പോൾ 1 കപ്പ് മൈദയൊക്കെ ആണെങ്കിൽ 4 എഗ്ഗ് എടുക്കണം ചെറുതാണെങ്കിൽ. വലുതാണെങ്കിൽ 3 എടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ 7 എഗ്ഗ് ഇതിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എഗ്ഗ് നന്നായിട്ട് ഫ്ലഫ് ചെയ്തെടുക്കണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം ബീറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആരും നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് കേക്കിൻ്റെ വീഡിയോസൊന്നും ഇടാത്തത്. എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ളൊരു മടി കൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോസ് ഇടാൻ ഡിലേ ആവുന്നത്. കുറച്ച് തിരക്കും കാര്യമൊക്കെ വരുമ്പോൾ. അപ്പോൾ ഏകദേശം എഗ്ഗ് ഇതാ നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ വാനില എസൻസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ വെറുതെ ഐസിങ് ചെയ്യാതെ കഴിക്കാനായതുകൊണ്ട് തന്നെ ഇതിൽ പൈനാപ്പിൾ എസൻസ് 1/2 ടീസ്പൂണും ഓറഞ്ച് എസൻസ് 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കിനാണ് പിന്നെ ഫ്ലേവേഴ്സ് ആയിട്ടുള്ള പല കേക്കിനാണ് നമ്മൾ ഈ ഒരു കേക്ക് യൂസ് ചെയ്യണതെന്നുണ്ടെങ്കിൽ വനില എസൻസ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് ആകുമ്പോൾ 1 ടീസ്പൂൺ വനില എസൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചുമ്മാ കഴിക്കാനായതുകൊണ്ടാണ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഷുഗർ പൗഡർ അല്ല, ഷുഗർ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1 കപ്പ് മൈദയാണ് എടുക്കണതെങ്കിൽ 3/4 കപ്പ് ഷുഗർ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ ഷുഗറൊന്ന് മെൽറ്റ് ആവണ വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഫ്ലഫി ആയി വന്ന് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് മൈദയിലേക്കാണ് നിങ്ങൾ ഈ ഒരു ഇത് ചെയ്യുന്നതെങ്കിൽ 1/3 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 കപ്പ് ആയതുകൊണ്ട് തന്നെ 1/3 കപ്പ് 2 പ്രാവശ്യം ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1/3 കപ്പാണ് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടത് 1 കപ്പ് മൈദയിലേക്ക്. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കേണ്ടതൊന്നും അറിയില്ല, ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ ഇതാ നമ്മളെ എഗ്ഗ് നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്, ഒരു റിബൺ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സ്ലോവിലാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു എഗ്ഗിൻ്റെ ആ ഒരു നന്നായിട്ട് ഫ്ലഫി വന്നിട്ടുള്ളത് ഇങ്ങനെ താഴ്ന്നു പോവാതെ നല്ല സ്ലോവിൽ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു എഗ്ഗിൻ്റെ ആ ഒരു പദം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ 2 മെത്തേഡിലും ബേക്ക് ചെയ്യണത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്ഥലത്ത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ ഞാനിവിടെ
അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 പാനിലാണ് ഞാൻ ബേക്ക് ചെയ്യണത്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ 2 പാനിലാണ് ഞാൻ ബേക്ക് ചെയ്യണത്. അപ്പോൾ കോയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ടിട്ട് വെളുതാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു 7 ഇഞ്ചിൻ്റെ പാൻ എന്ന് പറയുന്നത് ഒന്ന് കുറച്ച് ഹൈറ്റ് ഉള്ളതാണ്, കുറച്ച് ഹൈറ്റ് കുറവാണ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഡൗട്ട് തോന്നി. കാരണം നല്ല പൊങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഒരു കേക്കിന് ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇത് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ഒരു കപ്പ് കേക്കിൻ്റെ മുകളിലേക്കും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കപ്പ് കേക്കിനുള്ള മുകളിലേക്ക് ഒഴിച്ചത് അതാണ്. അങ്ങനെ ഓവനിലുള്ളത് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. 150 ഡിഗ്രിയിൽ 35 മിനിറ്റ്സാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചത്. അപ്പോൾ 35 മിനിറ്റ്സിൽ തന്നെ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കണ ആ ഒരു ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് 10 മിനിറ്റോളം ചൂടാക്കി എടുത്തിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 25 മിനിറ്റ്സിൽ ബേക്കായി വന്നിട്ട്. കാരണം ഈ പാത്രം അത്ര ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വേഗം ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇതാ ഒന്നും പറ്റി പിടിക്കണില്ല, നല്ല സോഫ്റ്റും എന്താ തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. മുകളിലൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യാൻ നമുക്ക് മുകളിൽ ബ്രൗൺ കളറൊന്നും വേണമെന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ നല്ല ഇതായി വന്നത്. അപ്പോൾ ഓവനിലുള്ളതും റെഡി ആയിട്ടുണ്ട്. കപ്പ് കേക്കിൻ്റെതും ഇതാട്ടോ. അപ്പോൾ കപ്പ് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് കുട്ടികൾക്ക് ഒരു രസമല്ലേ കഴിക്കാൻ, ഓരോന്ന് കഴിക്കാൻ അവർക്ക് നല്ല ഇഷ്ടമാണ് കപ്പ് കേക്ക്. അപ്പോൾ അതുകൊണ്ട് അതാ കപ്പ് കേക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെറുതെ ഇവർക്ക് ഇങ്ങനെ ചായ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാട്ടോ, ഞാൻ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വനില കേക്ക് വനില സ്പഞ്ച് എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആണല്ലോ, അപ്പോൾ എല്ലാവരും കേക്കിൻ്റെ പല വെറൈറ്റീസും പിന്നെ കൂടുതൽ പ്ലം കേക്കാണ്, എന്നാലും കേക്കിൻ്റെ മെയിൻ സംഭവമാണല്ലോ നമ്മൾ ഡിസംബർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുണ്ടാവും. ഇനി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാലാണ് നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം, എന്നാലാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ അതാ ഞാൻ വീണ്ടും കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും എന്നെ അറിയിക്കണം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ. ഐനിഷ് കേക്ക്സ് എന്നാണ് ഇതാ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് വരുന്നത്. അപ്പോൾ അതും എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടിപൊളി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.